എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിനാഗിരി വെച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊന്ന് ഷെയർ ചെയ്യാനാണ്. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും ഇതിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവും. വിനാഗിരി വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു ടിപ്പ് നോക്കാം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഗ്ലാസ്സുകളിലോ പ്ലേറ്റുകളിലോ ഒക്കെ ഇതുപോലുള്ള പരസ്യങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ഗ്ലാസ്സുകളും പ്ലേറ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സാധാരണ കേസിൽ നമ്മളത് യൂസ് ചെയ്യാറില്ല. അത് എല്ലാവർക്കും ഗസ്റ്റിനൊക്കെ കൊടുക്കാനൊക്കെ നമുക്കൊരു നാണക്കേടായിരിക്കും. ഈ പ്രിൻ്റ് നമ്മളുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇനി നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പ്രിൻ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുക്കുക. എന്നിട്ട് ഏത് പ്രിൻ്റാണോ കളയേണ്ടത് ആ ഭാഗം ആ ഒരു വിനാഗിരിയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ട് അതൊന്ന് കൈ വെച്ച് വടിച്ച് കളഞ്ഞാൽ മതി. അപ്പോഴേക്കും ആ പ്രിൻ്റ് ഫുള്ളായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഇത് ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്തത്. ഇപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ആ പ്രിൻ്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. രണ്ട് സൈഡിലും പ്രിൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു സൈഡിലെ പ്രിൻ്റ് കളയുക, പിന്നെ അടുത്ത ഭാഗം മുക്കി വയ്ക്കുക. ആ വിനാഗിരിയിൽ തന്നെ മുക്കി വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് അതും കളഞ്ഞെടുക്കാം. ഈ ഒരു വിനാഗിരി വെച്ചിട്ട് തന്നെ എത്ര ഗ്ലാസ്സിൽ നമുക്ക് പ്രിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ പാത്രത്തിലോ എന്തിലായാലും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം. ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ കുറച്ച് കല്ലുപ്പ് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ്. ഒരു 2 ഡ്രോപ്പൊക്കെ മതിയാവും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പേസ്റ്റ് നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ വീട്ടിൽ കരി പിടിച്ചിട്ടുള്ള വിളക്കുകൾ, കളറ് മങ്ങിയിട്ടുള്ള ഓട്ടുപാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് നമ്മൾ ആ ഒരു ഏത് പാത്രമാണോ ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വിളക്കോ എന്താണെങ്കിലും അതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ വിളക്ക് അല്ലെങ്കിൽ ആ ഒരു പാത്രം പുതിയതുപോലെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ എഫക്റ്റീവാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെക്കുകയും ചെയ്യാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ വിളക്കൊക്കെ എന്നും കഴുകുമ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ശരിക്കും പുതിയതുപോലെയാണ് ആയിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ സ്പ്രേ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ അളവിൽ വിനാഗിരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഈ സ്പ്രേ ബോട്ടിൽ അടച്ച് വെക്കുക. ഇത് നമുക്ക് നല്ലൊരു ക്ലീനിങ് സ്പ്രേ ആണ്. നമ്മുടെ വീട്ടിലുള്ള മിററുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാം. കോളിനൊക്കെ നമ്മൾ വാങ്ങില്ലേ, അതേ സെയിം പർപ്പസിന് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ജനലുകളുടെ ഗ്ലാസ്സും അങ്ങനെയുള്ള എല്ലാ ഗ്ലാസ്സുകളും നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് വിനാഗിരിയും വെള്ളവും കൂടി തുല്യ അളവിലുള്ള ഈ ഒരു സ്പ്രേ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തുണി ഇതിൽ മുക്കി തുടയ്ക്കാം, അല്ലെങ്കിൽ സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് വേറൊരു തുണി വെച്ചിട്ട് തുടയ്ക്കാം. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ പോവും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരും. അപ്പോൾ ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു സ്പ്രേ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതേ ഒരു സ്പ്രേ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മുടെ TV, കമ്പ്യൂട്ടർ ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു ക്ലോത്തിലേക്ക് സ്പ്രേ അടിച്ച് കൊടുക്കുക. അല്ലാതെ TVയുടെ സ്ക്രീനിലേക്കോ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്കോ ഡയറക്റ്റ് ഈ സ്പ്രേ ചെയ്യരുത്. തുണിയിലേക്ക് ആദ്യം സ്പ്രേ ചെയ്തിട്ട് ആ ഒരു തുണി വെച്ചിട്ട് TV ആദ്യം ഒന്ന് നന്നായിട്ട് തുടയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒരു വേറെ ഉണങ്ങിയിട്ടുള്ള തുണി വെച്ചിട്ട് വീണ്ടും ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇനി TV ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നന്നായിട്ട് ആ ഒരു പാടുകളൊക്കെ പോകും കേട്ടോ. കോളിൻ പോലുള്ള സ്പ്രേ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ട് എനിക്ക് തോന്നാറുണ്ട്.
ഇനി അതുപോലെ നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് ഇതുപോലെ വിനീഗറിൽ ഇട്ട് വെക്കുക. മിനിമം ഒരാഴ്ചയെങ്കിലും ഇട്ട് വെച്ച ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ 4 ഇരട്ടി വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടാവില്ലേ, വുഡിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ ഫ്ലോർ ക്ലീനിങ്ങിനും യൂസ് ചെയ്യാം. നാച്ചുറൽ സ്റ്റോൺസ് ആയിട്ടുള്ള മാർബിളോ അതുപോലെ ഗ്രാനൈറ്റോ ഒന്നും ക്ലീൻ ചെയ്യാൻ എടുക്കണ്ട. ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ബെസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും, നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഫ്ലാസ്ക് അല്ലെങ്കിൽ കുട്ടികൾ കൊണ്ടുപോകുന്ന സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഇല്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വിനീഗർ യൂസ് ചെയ്യാം. കുറച്ച് വിനീഗർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിയില്ലേ, കുറച്ച് അരിമണികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ മുക്കിലും മൂലയിലുള്ള അഴുക്കൊക്കെ പോകാനാണ് അരി ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വൃത്തിയാവും നമ്മുടെ ഫ്ലാസ്ക്, അതിലുള്ള സ്മെല്ലുകളൊക്കെ പോവും. ഇനി അഥവാ കുറച്ച് അധികം അഴുക്കുണ്ടായാൽ മാത്രം ഒരു ഡ്രോപ്പ് ഡിഷ് വാഷും കൂടി അതിൽ മിക്സ് ചെയ്യുക കേട്ടോ. വിനീഗർ ചേർക്കുമ്പോൾ നന്നായിട്ട് ബാഡ് സ്മെല്ലൊക്കെ പോവും. ഇനി അടുത്തത് പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലത്തെ കീടനാശിനികളുടെ അംശം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ മാത്രം അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം, കൂടുതലും നല്ലതാണ്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രൂട്ട്സിലും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിക്കനൊക്കെ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കൂടെ മിക്സ് ആക്കിയിട്ട് ചിക്കൻ അതിൽ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അതിലത്തെ ബാക്ടീരിയാസൊക്കെ ഫുള്ള് പോയിട്ട് നല്ല നീറ്റാവും എന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അധികമൊക്കെ നെല്ലിക്കയോ പച്ചമുളകോ ഒക്കെ കിട്ടുമ്പോൾ നമുക്കത് കുറേ നാൾ കേടാവാതിരിക്കാനായിട്ട് തുല്യ അളവിൽ വിനാഗിരിയും വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അത് ചൂടാറിയ ശേഷം എന്താണെങ്കിലും അത് അതിലിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ നെല്ലിക്കയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. കുറേ നാൾ നമുക്കിത് കേടാവാതെ ഇരിക്കും. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവട്ടെ. ഇനി അതുപോലെ തന്നെ മീനൊക്കെ മുറിച്ചിട്ട് ആ ഒരു സ്മെല്ല് പോകാനായിട്ട് കത്രികയും കത്തിയൊക്കെ വിനാഗിരിയിൽ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല നീറ്റ് സ്മെല്ല് വരും. ഇനി അതുപോലെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിറമൊക്കെ മങ്ങിയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുതിയതുപോലെ തിളങ്ങാനായിട്ട് കുറച്ച് വിനാഗിരിയും ഒരു ഡ്രോപ്പ് ഡിഷ് വാഷും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ ഈ ഗ്ലാസ്സൊക്കെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ കുറച്ച് വിനാഗിരി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ ചെറിയ ചൂടോടെ തന്നെ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഒരു സ്പോഞ്ചിലെടുത്തിട്ട് നമുക്ക് ബാത്റൂമിലെ ടൈൽസിലോ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ടൈൽസുകൾ നന്നായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ കറകളും പാടുകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. നല്ല അഴുക്കുണ്ടെങ്കിൽ മാത്രം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതുപോലെ നമ്മൾ വസ്ത്രങ്ങളൊക്കെ അലക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വസ്ത്രങ്ങളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് വിയർപ്പ് നാറ്റൊക്കെ പെട്ടെന്ന് പോയിട്ട് നല്ല നീറ്റായിട്ട് നല്ല ഫ്രഷ് സ്മെല്ലോട് കൂടി നമുക്ക് ഡ്രസ്സുകൾ കിട്ടും. വിനാഗിരി നല്ലൊരു ഫാബ്രിക് സോഫ്റ്റ്നറാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പുകളിലൊക്കെ ഉള്ള ഹാർഡ് വാട്ടറിൻ്റെ ആ കറയൊക്കെ പോവുകയാണെങ്കിൽ വിനാഗിരി മുക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് ആ പൈപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് പറയാം. ആദ്യം ഒരു ബോട്ടിലിൽ 1/2 ലിറ്റർ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂൺ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൽ ഒഴിച്ചാലും മതി. ഈ ഒരു സ്പ്രേ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്കാം. ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷൻസിനൊക്കെ ഇത് നല്ലൊരു മരുന്നാണ്. നമുക്ക് റോസാ ചെടിയിലൊക്കെ ചിലപ്പോൾ ഇലകളൊക്കെ മഞ്ഞച്ചിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോവുക, മുട്ടുകളൊക്കെ ആകെ കേടാവുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നല്ലൊരു മരുന്നാണ്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ 3-4 ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ സ്പ്രേ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻസ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഈ വിനാഗിരിയുടെ അളവൊന്നും കൂടരുത് കേട്ടോ, ഇലകളൊക്കെ ആകെ കരിഞ്ഞു പോവും. പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുറവാവരുത്.
ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പ് നോക്കാം. ഈ ഒരു ബോട്ടിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഇരട്ടി വിനാഗിരി ചേർക്കുക. അതായത് 1 ടീസ്പൂൺ വെള്ളമാണെങ്കിൽ 2 ടീസ്പൂൺ വിനാഗിരി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ അടച്ച് വയ്ക്കുക. ഈ ഒരു സ്പ്രേ നമുക്ക് ഉറുമ്പ് വരാണ്ടിരിക്കാനും അതുപോലെ ഉറുമ്പുള്ളിടത്ത് ഉറുമ്പിനെ ഓടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു സൊല്യൂഷനാണിത്. നമുക്ക് കിച്ചണിലൊക്കെ ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. കാരണം മറ്റുള്ള സ്പ്രേകളൊക്കെ കിച്ചണിൽ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതാവില്ലല്ലോ. ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ചിലതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്കെല്ലാം യൂസ്ഫുൾ ആവട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.